അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞ പോലെയാണ് PMA സലാമിന്റെ അവസ്ഥ. മുക്കം ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചത് PMA സലാമായിരുന്നു. അതിപ്പോൾ PMA സലാമിന് തന്നെ വിനയായിരിക്കുകയാണ്. മുസ്ലിം ലീഗിൽ വൻ അഴിച്ചുപണി. PMA സലാമിന്റെ സെക്രട്ടറി സ്ഥാനം തെറിക്കും. ഒത്തുതീർപ്പ് നീക്കവുമായി PK കുഞ്ഞാലിക്കുട്ടി. സമസ്ത ലീഗ് തർക്കത്തിൽ ജിഫ്രി തങ്ങൾക്ക് മേൽക്കൈ. ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം, ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ. ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതി. സമസ്തയും ലീഗ് നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ നിർണായക വഴിത്തിരിവിലേക്ക്. സമസ്ത നേതൃത്വത്തിനെതിരെ ആദർശ ഐക്യവേദി എന്ന സമാന്തര സംഘടന രൂപീകരിച്ച് ഒരു വിഭാഗം ലീഗണികൾ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത നേതൃത്വത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. സമസ്ത നേതാക്കളെ തുടർച്ചയായി വിമർശിക്കുന്ന ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാമിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ചർച്ചകളാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സമസ്തയെ പിണക്കിയാൽ ദൂരവ്യാപകമായ രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ ലീഗ് നേതൃത്വം നിർബന്ധിതരായത്. സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം മുസ്ലിം ലീഗിന് വലിയ ക്ഷീണമായി മാറിയെന്ന പൊതു വിലയിരുത്തലാണ് വലിയ വിഭാഗം ലീഗ് അണികൾക്കുമുള്ളത്. രമ്യമായി പരിഹരിക്കാവുന്ന അഭിപ്രായ ഭിന്നതകൾ ചില നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി രൂക്ഷമാവുകയായിരുന്നു. സമാന്തര സമ്മേളനം വരെ എത്തിച്ച് സമസ്തയെ പിളർത്താനുള്ള നീക്കമാണ് ചിലർ നടത്തിയതെന്നുമാണ് ഇവർ ഉന്നയിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഈ വിധം അടിയൊഴുക്കുകൾ രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലാണ് ലീഗ് അണികൾക്കുള്ളത്. വലിയ വിഭാഗം നേതാക്കളുടെ ഉള്ളിലിരിപ്പും ഇത് തന്നെയാണ്. നേതൃനിരയിലുള്ള വഹാബികളുടെ വാദഗതികൾക്ക് മുൻപിൽ നോക്കാതെ പിന്തുണ നൽകുക വഴി ലീഗിന്റെ പാരമ്പര്യ പാതകൾ വിസ്മരിക്കുകയാണ് ചെയ്തതെന്ന വികാരം തന്നെയാണ് വലിയ വിഭാഗം നേതാക്കൾക്കുമുള്ളത്. ഈ വിധത്തിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിൽ ജനറൽ സെക്രട്ടറി PMA സലാമിന് വലിയ പങ്കാണ് ഉള്ളതെന്ന വികാരവും വളരെ ശക്തമാണ്. ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും PMA സലാമിനെ ജനറൽ സെക്രട്ടറിയായി മുന്നിൽ നിർത്തിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും പരമ്പരാഗത സുന്നി വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാകുമെന്നുമാണ് ലീഗിലെ വലിയ വിഭാഗം നേതാക്കളുടെയും വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് PMA സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത്. സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ ഇനിയും രൂക്ഷമാക്കാനും സമസ്തയെ പിളർക്കാനും ചില ലീഗ് നേതാക്കൾ അണിയറ നീക്കം നടത്തുന്നു എന്നത് വാസ്തവമാണ്. ആ നീക്കങ്ങൾ വഴി രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിന് തന്നെയായിരിക്കുമെന്ന നിരീക്ഷണമാണ് നേതൃത്വത്തിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന നേതാവ് ജനറൽ സെക്രട്ടറിയായി വരണമെന്ന ആവശ്യം ഇവർ ശക്തമായി ഉയർത്തുന്നത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കിയാൽ സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന PK കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ആയത് തരം താഴ്ത്തലാണോ അതോ സ്ഥാനക്കയറ്റമാണോ എന്നത് ശ്രദ്ധേയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും മാറി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകണമെന്ന വികാരമാണ് കുഞ്ഞാലിക്കുട്ടിക്കുമുള്ളത്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുൻകൈ നേടുമെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനും സംസ്ഥാന ഭരണത്തിൽ ക്രിയാത്മക സ്ഥാനം നേടിയെടുക്കാനും കഴിയുമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയും ഒപ്പമുള്ളവരും കണക്ക് കൂട്ടുന്നത്. സമസ്ത നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്ന PK കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയായി എത്തുന്നതിനോട് സമസ്ത നേതാക്കൾക്കും താല്പര്യമാണ്. അതേസമയം പുനർസംഘടന നടത്തി PMA സലാമിനെ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിൽ ലീഗ് അനുകൂല സമസ്ത വിഭാഗത്തിന് വലിയ താല്പര്യമില്ല. ഈ സാഹചര്യത്തിലാണ് PMA സലാമിനു വേണ്ടി വിലപേശൽ സമീപനങ്ങളുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് സലാമിനെ മാറ്റിയാൽ ലീഗിന്റെ ദേശീയ നേതൃത്വത്തിൽ സഹഭാരവാഹിത്വവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
തിരൂരങ്ങാടി സീറ്റും സലാമിന് നൽകണമെന്ന ആവശ്യമാണ് അവരിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച എന്ന നിലയിൽ ഈ ആവശ്യം അംഗീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ. അതേസമയം സമസ്തയെ നിശിതമായി വിമർശിക്കുന്ന PMA സലാം തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയായാൽ അവിടെ മാത്രമല്ല സമീപ പ്രദേശങ്ങളായ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സുന്നി വോട്ടുകളിൽ കാര്യമായ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സമസ്ത നേതാക്കളുമായി അനൗപചാരിക ചർച്ചകൾ കൂടി നടത്തിയാകും PMA സലാമിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ ലീഗ് നേതൃത്വം കൈക്കൊള്ളുന്നത്. എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ആത്യന്തിക വിജയം ജിഫ്രി തങ്ങൾക്കും അദ്ദേഹത്തോടൊപ്പമുള്ള സമസ്ത അണികൾക്കുമാണ്. തങ്ങളെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന PMA സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നത് അവരുടെ ആവശ്യം കൂടിയാണ്. ഇപ്പോൾ ലീഗ് നേതൃത്വം തന്നെ അതിന് തയ്യാറെടുക്കുമ്പോൾ സമസ്ത നേതൃത്വത്തിന് അതിരറ്റ് ആഹ്ലാദിക്കാൻ വകുപ്പുകൾ ഏറെയാണ്. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മുക്കം ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന ആവശ്യം ചില ലീഗ് അണികളും ചില ലീഗ് അനുകൂല സമസ്ത അനുയായികളും ഉയർത്തിക്കാട്ടിയത്. അതേ ആരോപണം തന്നെ PMA സലാമിലും നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആശീർവദിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുപോയി എന്ന് പറഞ്ഞു PMA സലാം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ചിരുന്നു. ഇതിനുകൂടിയുള്ള തിരിച്ചടിയാണ് PMA സലാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത വിഷയത്തെക്കുറിച്ചാണ്. സമസ്തയും ലീഗും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ അറിയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത വിട്ടുപോവുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല സമസ്ത എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ലീഗിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള വിഷയവും ലീഗിന്റെ മുന്നിൽ വലിയ വിഷയമായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് സമസ്തയുമായുള്ള പോര് PMA സലാമും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും സമസ്തയുമായുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുന്നതും. വഖഫ് വിഷയത്തിൽ തുടങ്ങിയ ഈ പോര് വീണ്ടും വലിയ രീതിയിലേക്ക് മുറുകുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. വഖഫ് വിഷയത്തിൽ സമസ്ത പണ്ഡിതന്മാരൊക്കെ തന്നെ സർക്കാരിനൊപ്പം നിൽക്കുകയും സമരം ചെയ്യാൻ ലീഗിന്റെ രാഷ്ട്രീയ കളിക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ കൂടെ നിൽക്കുകയും അതേസമയം തന്നെ സമസ്ത പണ്ഡിതന്മാർ ലീഗിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്ത ഒരു കാലത്ത് നിന്നും തുടങ്ങുന്ന ഈ ഒരു സംഭവം PMA സലാമായിരുന്നു സമസ്തയെ വിമർശിക്കാൻ അന്ന് നേതൃത്വം കൊടുത്തത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കാലത്തും വലിയ വിഷയമായി ലീഗും സമസ്തയും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉമർ ഫൈസി സമസ്ത നേതാക്കൾ വലിയ രീതിയിൽ എതിർക്കുകയും ചെയ്തു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇവിടെ സമസ്തയുടെ ലീഗിന്റെ അധ്യക്ഷനായിരിക്കാനോ അല്ലെങ്കിൽ സമസ്തയുടെ അധ്യക്ഷനായിരിക്കാനോ ഉള്ള യോഗ്യതയില്ല. മതപണ്ഡിതന്മാരാണ് ഇവിടെയൊക്കെ വരേണ്ടത് എന്നുള്ള രീതിയിൽ നേരത്തെ ശിഹാബ് അലി തങ്ങളായാലും ഹൈദർ അലി തങ്ങളായാലും ഒക്കെ തന്നെ മതപണ്ഡിതന്മാരായിരുന്നു. അത്തരത്തിൽ സമസ്തയുടെ തലപ്പത്തിരുന്നവരൊക്കെ തന്നെ മതപണ്ഡിതന്മാരാണ്. അത്തരത്തിൽ ഘാസിയായിരിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് യോഗ്യതയില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്ന ഒരു സാഹചര്യത്തിൽ സമസ്ത കുറച്ചുകൂടി PMA സലാമിനെ മാറ്റണമെന്ന് നേരത്തെ സമസ്ത ലീഗ് നേതൃത്വത്തിന് അല്ലെങ്കിൽ തങ്ങൾക്ക് ലെറ്റർ കൊടുത്തിരുന്നെങ്കിലും പിന്നീട് സമസ്ത അല്പം പിന്നോട്ടടിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ പോലും സമസ്തയെ അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് തങ്ങൾ കുടുംബം PMA സലാമിനോടടക്കം വാദിച്ചത്. PMA സലാമിനെ മാറ്റാനും അവരന്ന് തയ്യാറായില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറ്റണം എന്നുള്ള നിർദ്ദേശം PK കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് ഇതിലേക്ക് കയറി വരാനുള്ള ലീഗ് നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന്റെ ഏറ്റവും ശക്തനായ ആരെങ്കിലും നിലനിർത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലീഗ് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.